വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീസൺഡ് സ്പാച്ചുല. ഇന്ന് നമുക്കൊരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി തലേ ദിവസം കുതിർത്ത് വെച്ച 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് ചോറും കൂടെ ഇതുപോലെ അരച്ചെടുക്കാം. ഇത്രയും ലൂസ് ആവണം. അടുത്തതായി ഒരു പാത്രം വെച്ച് അതിൽ എണ്ണയൊഴിച്ച് നന്നായി എണ്ണ തിളച്ച് വരുമ്പോൾ ഒരു തവി കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചിട്ടുണ്ടാവണം. അപ്പം ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. ആ ഒരു ഭാഗം വെന്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് അടുത്ത ഭാഗവും കൂടെ വേവിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം. ഈ അപ്പത്തിന് പറയുന്ന പേരാണ് മുട്ടയപ്പം. ഇത് കണ്ണൂർ മാത്രം കാണുന്ന ഒരപ്പമാണ്. ഇത് ഇതുപോലെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാ അപ്പവും ഞാൻ ചുട്ടെടുത്തു. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ഞാൻ 2 സവാളയാണ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു തക്കാളി മുറിച്ചിടാം. അതും ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം ഇതുപോലെ വഴറ്റി അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 6 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ആ മുറിച്ചെടുത്ത അപ്പം ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും പിന്നെ ഇല്ല. ഇതിങ്ങനെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും.